സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ശബരിമലയെയും അയ്യപ്പനെയും സുരേഷ് ഗോപി പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്ന വാദമുയർത്തി കളക്ടർ TV അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഈ കഴിഞ്ഞ കുറേ ദിവസത്തെ ചർച്ചകളെല്ലാം പോയത്. ഈ സാഹചര്യത്തിൽ കളക്ടർ TV അനുപമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം നേരിടേണ്ട ഒരു സാഹചര്യവും വന്നു. അതുപോലെ തന്നെ ഭക്തരെല്ലാം TV അനുപമയ്ക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കളക്ടറിനെ പൂട്ടാൻ പുതിയ തന്ത്രവുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നത്. കോടതിയെയും കേന്ദ്രത്തെയും ഉപയോഗിച്ച് TV അനുപമയെ നിലയ്ക്ക് നിർത്താനുള്ള നടപടികളിലേക്കാകും ഇനി സുരേഷ് ഗോപി പോകുക. അത്തരത്തിലുള്ളൊരു സൂചനയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ കളക്ടർക്ക് മുകളിൽ കേന്ദ്രവും കോടതിയും എല്ലാം ഉണ്ടല്ലോ എന്നാണ് സിനിമാ താരവും തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 3 മണിക്ക് തൃശ്ശൂരിലെത്തി കളക്ടർ TV അനുപമയുടെ നോട്ടീസിന് മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട്. മറുപടി നൽകാൻ സുരേഷ് ഗോപി മുതിരുമ്പോഴും കളക്ടർക്കെതിരെ മറ്റൊരു തരത്തിലുള്ള നീക്കം നടത്താനുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുതിരുന്നത്. അതേസമയം അയ്യപ്പൻ്റെ വോട്ട് ചോദിച്ച സംഭവത്തിൽ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. ശബരിമലയിൽ ജനങ്ങൾ വിഷയമാക്കിയാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. നടപടിയെടുത്താൽ നിയമപരമായി നേരിടുമെന്നായിരുന്നു സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത്. എന്നാൽ നോട്ടീസ് കളക്ടർ നേരത്തെ അയക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. നടപടിയെടുത്താൽ നിയമപരമായി നേരിടും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത്. കളക്ടറുടെ നോട്ടീസ് പരിശോധിക്കുന്നത് ഒരാൾ മാത്രമല്ല, അതിന് കേന്ദ്രത്തിലും സംഘമുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സുരേഷ് ഗോപി നൽകുന്നത്. പിന്നെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന കോടതിയും ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. നടപടിക്ക് മുതിർന്നാൽ നിയമപരമായി നേരിടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുകയാണ്. താൻ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാകും നോട്ടീസിന് മറുപടി നൽകുക എന്നും സുരേഷ് ഗോപി ഇപ്പോൾ പറയുകയാണ്. തയ്യാറാക്കിയ മറുപടി BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയെ കൂടി കാണിച്ച ശേഷമായിരിക്കും നൽകുക എന്നും സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. വളരെ കരുതലോടെ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ നീങ്ങുന്നത്. മാത്രമല്ല സുരേഷ് ഗോപി കളക്ടർക്കെതിരെ കേന്ദ്രത്തെയും കോടതിയെയും ഉപയോഗപ്പെടുത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ശബരിമല വിഷയം ഉന്നയിച്ച് വോട്ട് ചോദിച്ചു എന്ന ആരോപണത്തിൽ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയതിൻ്റെ പേരിൽ TV അനുപമ വലിയ വിവാദം വിളിച്ചു വരുത്തിയിരുന്നു. അനുപമയുടെ ഫേസ്ബുക്കിലടക്കം ഭക്തർ പൊങ്കാലയിടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ കളക്ടറെ പ്രതികൂലിച്ചും അനുകൂലിച്ചും അനേകം പോസ്റ്റുകളാണ് വന്നതെങ്കിലും സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള പോസ്റ്റുകളായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ടർ TV അനുപമയുടെ പേജിൽ പ്രത്യക്ഷപ്പെട്ടത്. ശരണം വിളിച്ചായിരുന്നു BJP പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത്. സർക്കാരിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ ശബരിമലയെയും അയ്യപ്പനെയും നാമമല്ലാതെ കാറൽ മാക്സിൻ്റെ പേര് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അതേസമയം ഉദ്യോഗസ്ഥരായാൽ ഇത്തരം ശക്തമായ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് ചിലർ കളക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഐ സപ്പോർട്ട് കളക്ടർ എന്ന ഹാഷ്ടാഗും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതും വൈറലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ വനിതാ മതിലിൽ പങ്കെടുത്ത കളക്ടറുടെ ചിത്രം നൽകി ചിലർ അനുപമയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും സുരേഷ് ഗോപിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതും സുരേഷ് ഗോപിക്ക് പ്രതികൂലമായ ഒരു ഘടകമായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി നൽകുന്ന മുന്നറിയിപ്പ് എന്നത് ഇവിടെ കോടതിയും കേന്ദ്രവും ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്തായാലും കളക്ടറുടെ നോട്ടീസിന് സുരേഷ് ഗോപി മറുപടി പറയും. എഴുതി തയ്യാറാക്കിയ മറുപടിയാകും പറയുക. BJP സംസ്ഥാന അധ്യക്ഷനെ കാണിച്ച ശേഷമാകും അദ്ദേഹം കളക്ടറുടെ നോട്ടീസിന് മറുപടി നൽകുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.